ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. എന്നാൽ അടിപൊളി ഒരു ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു അടിപൊളി മധുരം ഇതുപോലെ നല്ല സ്വീറ്റായിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. ഇതുപോലെ ആദ്യം തന്നെ കുറച്ച് പാലെടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലുകൂടി ചേർത്ത് ഒന്ന് കട്ട പിടിക്കാതെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച പാലിലോട്ട് ഒഴിച്ച് അതുകൂടി ഇട്ടൊന്ന് കുറുക്കിയെടുക്കണം. പകുതി പാലിൽ ആദ്യം കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കിയെടുത്തിട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒരു ക്രീം പരുവത്തിൽ കുറുക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കുറച്ച് പാൽ ആദ്യം ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ബാക്കി പാലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ ഒന്ന് കുറുക്കിയിട്ട് അതിലേക്ക് കുറച്ച് മധുരം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ആദ്യമേ പാലിൽ കുറച്ച് മധുരം ഇട്ടതിന് ശേഷമാണ് ഒന്ന് തിളപ്പിച്ചെടുത്തത്. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട നല്ലപോലെ മധുരം ചേർത്തതിന് ഈ പാലുകൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്ത് അതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമ്മളുടെ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ആപ്പിൾ എടുക്കുന്നുണ്ട്. വേണ്ടത്ര ഫ്രൂട്ട്സ് ചേർക്കാം. ഞാൻ ഇതുപോലെ ഒരു ആപ്പിൾ എടുക്കുന്നുണ്ട്. ആപ്പിൾ ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗ്രേപ്സ് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഴം കട്ട് ചെയ്തത് എടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേറെ ഫ്രൂട്ട്സ് ചേർക്കാം. അതുപോലെ തന്നെ മാതള നാരങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡിനകത്ത് വേണ്ട ഫ്രൂട്ട്സ്. അപ്പോൾ ഇതെല്ലാം നല്ല ചെറുതാക്കി അരിഞ്ഞ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ പാലിൻ്റെ മിക്സ് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് തിക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മളുടെ ഫ്രൂട്ട്സ് കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. ആദ്യം ഇതുപോലെ ഗ്രേപ്സ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇത് കുരുവുള്ള മുന്തിരിങ്ങയാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യാനുസരണം പച്ചമുന്തിരിങ്ങയോ അങ്ങനെയൊക്കെ ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഗ്രേപ്സ് എടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആപ്പിളോട് ചേർക്കുന്നുണ്ട്. ആവശ്യാനുസരണം ഫ്രൂട്ട്സ് ചേർക്കാം. എത്രത്തോളം ഫ്രൂട്ട്സ് വേണോ അത്രയും ചേർക്കാം. അതിനി ഒന്ന് മിക്സ് ചെയ്യാം. കാരണം കുറേശ്ശെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ ബാക്കി എല്ലാത്തിലും ഒന്ന് യോജിച്ചോളൂ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് പകുതി മിക്സായി വരുമ്പോഴത്തേക്കിനും നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പഴം കൂടി ചേർത്തതിന് ശേഷം അതുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മാതള നാരങ്ങ കൂടി ഇടുന്നുണ്ട്. ആ മാതള നാരങ്ങ കൂടി ഇടുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഒരു അടിപൊളി കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ബൗളിലോട്ട് എടുത്തിട്ട് ഞാൻ കുറച്ചെടുത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കോമ്പിനേഷനായിട്ട് ഇതുപോലെ കുറച്ച് വാനില ഐസ്ക്രീമും കൂടി ചേർക്കുന്നുണ്ട്. കാരണം ഫ്രൂട്ട്സ് കസ്റ്റാർഡ് വിത്ത് ഐസ്ക്രീം കഴിക്കുമ്പോൾ തന്നെ ഒരു അപാര ടേസ്റ്റാണ്. ചില കല്യാണ സ്ഥലത്തൊക്കെ ഇതുപോലെ കഴിക്കാൻ കിട്ടുമ്പോൾ അപാര ടേസ്റ്റാണ്. അപ്പം ഐസ്ക്രീമും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ ഡെസേർട്ട് കൂടെ ആകുമ്പോഴത്തേക്കിനും ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.